ലാലേട്ടൻ്റെ ബറോസ് ഈ മാസം 25-ാം തീയതി റിലീസാവാണ്. അതിൻ്റെ ഒരു ട്രെയിലർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടികൾക്കുള്ളൊരു സിനിമ എന്നുള്ളൊരു സാധനമാണ് ഉള്ളൂ. അത് ഭയങ്കര വൗ ഫാക്ടറും പരിപാടികളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഒരുവിധം മലയാളികളൊക്കെ കാണുമെന്ന് വിചാരിക്കാം. നല്ലതാണെങ്കിൽ പിന്നെ പറയും വേണ്ട. പക്ഷേ ഈ ലാലേട്ടൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അങ്ങേരുടെ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ മാത്രം ഭയങ്കരമായിട്ടുള്ളൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബറോസിലൊരു പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബ് പേജിൻ്റെയൊക്കെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ സിനിമ പാട്ട് ഇതൊക്കെ നല്ലതോ ചീത്തയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടെങ്കിലും പക്ഷേ ഈ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയും അല്ലെങ്കിൽ പാട്ടും അല്ല വിഷയം. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പാണ് എല്ലാവരും ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്ന് മന്ദപ്പൻ, ലാലപ്പൻ, അടുത്ത ബോംബ്. ഇപ്പോൾ സിനിമയോടുള്ള താല്പര്യക്കുറവ് അല്ലെങ്കിൽ സിനിമ ഇമ്പ്രസീവായിട്ട് തോന്നാത്തത് കൊണ്ടോ ഉള്ള സംഭവമല്ല. വെറുതെ വരിക, മോഹൻലാലിനെ തെറി വിളിക്കുക അല്ലെങ്കിൽ മോഹൻലാലിനെ എന്തെങ്കിലും വിളിച്ച് പറയുക. ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയുടെ ഒരു പടത്തിൻ്റെ ഏതായിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത്രയും ആളുകൾ പോയിട്ട് തെറി പറയുകയെ മമ്മൂക്ക അങ്ങനെയാണ്, മമ്മൂക്ക ഗുഹനാണെന്നൊന്നും പറഞ്ഞിട്ടുള്ള സാധനമൊന്നും മമ്മൂക്കയുടെ ഒരു വീഡിയോൻ്റെ താഴെയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ മോഹൻലാലിൻ്റേതായിട്ട് എന്ത് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതുപോലെ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിന് മാത്രം വെറുക്കാനും മാത്രം മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ മലയാള സിനിമയോടോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ആളുകളോടോ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പുഷ്പ ഇറങ്ങി മലയാളികൾക്ക് പുഷ്പ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെയും പോയിട്ട് അല്ലു അർജുൻ എന്ന് ആരും തെറി വിളിക്കുന്നില്ല. അല്ലു അർജുൻ്റെ അത്, അല്ലു അർജുൻ്റെ ഇത്, അല്ലു അർജുൻ്റെ മറ്റത്, അല്ലു അർജുൻ്റെ അല്ലു അർജുൻ്റെ എന്നൊന്നും പറഞ്ഞിട്ട് ആരും തെറി വിളിക്കുന്നത് കാണാനില്ല. അതുപോലെ കങ്കു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും സൂര്യയെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് സൂര്യയുടെ മറ്റവനെ മറിച്ചവനെ തലയെ മുടി എന്നൊന്നും പറഞ്ഞിട്ട് ആരും സൂര്യനെയും കളിയാക്കുന്നില്ല. ഇത് പക്ഷേ മോഹൻലാലിൻ്റെ കാര്യത്തിൽ മാത്രം ഈ മലയാളികൾ എന്ന് പറയുന്ന മാന്യന്മാരെന്ന് പറയുന്ന ഈ മലയാളികളിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി കമൻറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റീസണിൻ്റെ പുറത്ത് ചെയ്യുന്നതാണോ അതോ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്തിൻ്റെയെങ്കിലും ഇഷ്ടക്കുറവിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണോ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പോലൊരു നടനെ ഇങ്ങനെ വെറുക്കാനും മാത്രം അങ്ങേര് മലയാളികളോട് എന്താണ് ചെയ്തത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.